Welcome to Geeta's Bhakti Geetam, one day one slogam, 401st day. Today, first sloga of 6th chapter. For details, please see the description box. Geeta's Bhakti Geetam, ഒരു ദിവസം ഒരു ശ്ലോകം, ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 401 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകം. 6ാമത്തെ അധ്യായത്തിൽ ഏകദേശം 106ഓളം ശ്ലോകങ്ങളുണ്ട്. ശ്രീമദ് മഹാഭാഗവതം എപ്രകാരം പാരായണം ചെയ്യണം, അതിൻ്റെ വിധികൾ എന്തൊക്കെയാണ്, ഏത് സമയത്ത് എങ്ങനെ, ഏതൊക്കെ മാതിരി പ്രായണം, ഏതൊക്കെ മാസങ്ങളിലാണ് പാരായണം ചെയ്യുന്നത് നല്ലത് എന്നൊക്കെ സനൽകുമാരന്മാർ നാരദാദി മഹർഷിമാരോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ 6ാമത്തെ അധ്യായത്തിൽ. 1ാമത്തെ ശ്ലോകം. അതദേശം കുമാര ഊജു അതദേശം പ്രവക്ഷ്യാമ സപ്താഹശ്രവണേ വിധിം സഹായൈർവസുഭിശ്ചൈവ പ്രായസ്യാദ്യോ വിധിസ്മൃത. ഓം തത്സത്. കുമാര ഊജു അതദേശം പ്രവക്ഷ്യാമ സപ്താഹശ്രവണേ വിധിം സഹായൈർവസുഭിശ്ചൈവ പ്രായസ്യാദ്യോ വിധിസ്മൃത. ഓം തത്സത്. കുമാരന്മാർ പറഞ്ഞു. കുമാരന്മാർ അവർ 4 പേരുള്ളതുകൊണ്ടാണ് ഊജു എന്ന് വരുന്നത്. ഒരാളാണെങ്കിൽ ഉവാച എന്നാണ് വരിക. കുമാരന്മാർ പറഞ്ഞു, ഇനിമേൽ സപ്താഹ ശ്രവണത്തിൻ്റെ ദീക്ഷിക്കേണ്ടതായ, സപ്താഹം കേൾക്കുമ്പോഴും പറയുമ്പോഴും ദീക്ഷിക്കേണ്ടതായ, ആചരിക്കേണ്ടതായ വിധികളെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് അങ്ങയോട് പറഞ്ഞു തരാം. 8 വിധം സഹായങ്ങൾ ലഭിച്ചാൽ പ്രായേണ ഈ സപ്താഹ യജ്ഞം വിധിപ്രകാരം സാധിക്കാമെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതായത് 8 വിധത്തിലുള്ള സഹായം, കാര്യങ്ങൾ സാധിച്ചാൽ ഈ സപ്താഹയജ്ഞം വിധിപ്രകാരം നടത്താൻ സാധിക്കും എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത് എന്ന് സനകാദികൾ നാരദാദികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് വിധികൾ, എന്തൊക്കെയാണ് സഹായങ്ങൾ, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വരാൻ പോകുന്ന 100 ശ്ലോകങ്ങളിലായിട്ട് നമുക്ക് സനകാദികൾ പറഞ്ഞു തരികയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. കുമാര ഊജു അതദേശം പ്രവക്ഷ്യാമ സപ്താഹശ്രവണേ വിധിം സഹായൈർവസുഭിശ്ചൈവ പ്രായസ്സാദ്യോ വിധിസ്മൃത. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.